ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംഘടിത മുസ്ലിമിനെ, ഒരു മതേതര ജനാധിപത്യ മുസ്ലിം കൂട്ടായ്മയെ നമുക്ക് കേരളത്തിൽ കാണാം. ഇപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹരിജനങ്ങൾക്കും ഗിരിജനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ അധസ്ഥിത വർഗത്തിനും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയാൽ നമുക്കറിയാം, നമ്മുടെ ദേശീയ പ്രസ്ഥാനം, കർഷക പ്രസ്ഥാനം, സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം നടത്തിയിട്ടുള്ള കൂട്ടായ്മയുടെയൊക്കെ ഫലമായിട്ടാണ് ഈ കേരളം എല്ലാ രംഗത്തും മോഡലായതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കൂട്ടായ്മ, രാഷ്ട്രീയ ബോധം, സംഘടിത ശക്തി എന്ന നിലയിലെല്ലാം മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മതേതരമായി ജനാധിപത്യപരമായി മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ വളരെ ദയനീയമാണ്. ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ ഒരുപക്ഷെ എൻ്റെ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ഡൽഹിയിലെ നോർത്ത് അവന്യൂവിൽ, അവിടെ എം പിമാരുടെ ക്വാർട്ടേഴ്സിൽ അലക്കുകയും വിറക് വെട്ടുകയും വെള്ളം കോരുകയും ഒക്കെ ചെയ്യുന്ന മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്, യു പിയിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ. അവിടുത്തെ സെർവൻ ക്വാർട്ടറിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ദരിദ്രരായ മുസ്ലിങ്ങൾ. അവരിൽ കുറച്ച് ആളുകളെ എൻ്റെ നോർത്ത് അവന്യൂവിലെ ഫ്ലാറ്റിൽ വിളിച്ചു ചേർത്ത് ഒരു 10-40 ആളുകൾ വന്നു. ഡൽഹിയിൽ CPM-ന്റെ നോർത്ത് ജില്ലാ സെക്രട്ടറി ഷേർ ആലം ഖാൻ അതിൽ പങ്കെടുത്തു. അദ്ദേഹം സംഘടിക്കേണ്ടത്, ധോബികൾ, അലക്കുകാർ സംഘടിക്കേണ്ടത്, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനെ കുറിച്ചെല്ലാം അവരോട് സംസാരിച്ചു. അവരുടെ ഭാഷയിൽ, ഉറുദുവിൽ സംസാരിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ പറ്റുമോ? ആ ചോദ്യത്തിന് എന്താണ് ഷേർ ആലം ഖാൻ മറുപടി പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല. അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. വളരെ കൃത്യമാണ്, നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെ സംഘബോധത്തിലേക്കും രാഷ്ട്രീയ ബോധത്തിലേക്കും പ്രബുദ്ധതയിലേക്കും ഈ അധികാരത്തിന്റെ കേന്ദ്രങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും അവരുടെ മതവിശ്വാസത്തിന്റെ പ്രശ്നം കൂടിയുണ്ട് എന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ചടങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള പത്രങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ എഴുതി, അബ്ദുള്ള കുട്ടി മുസ്ലിം ലീഗിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞപ്പോൾ BJP-യിലേക്ക് പോകാനാ സാധ്യത എന്ന് ചിലർ ആശങ്ക രേഖപ്പെടുത്തി. ഡൽഹിയിലെ ഷീലാ ദീക്ഷിത്തിന് കിട്ടിയ വോട്ട് ഡെവലപ്മെന്റിന് അനുകൂലമായിട്ടുള്ളതാണ്. ഛത്തീസ്ഗഡിലെ രമൺ സിംഗിനും വികസനത്തിനുള്ള വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ തന്നെയാണ് ഗുജറാത്തിലെ ചില ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സമീപനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഷിബു സോറൻ പരാജയപ്പെട്ടതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രൈബ്സ് പോലും എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നത്തെ പത്രത്തിൽ BJP-യുടെ നേതാവ് കൃഷ്ണദാസിന്റെ ഒരു പ്രതികരണം കണ്ടു. അബ്ദുള്ള കുട്ടിയെ ഞങ്ങൾ പിന്താങ്ങും. എനിക്ക് ബഹുമാനപ്പെട്ട BJP നേതാവ് കൃഷ്ണദാസിനോട് ഈ ചടങ്ങിനെ സാക്ഷ്യപ്പെടുത്തി പറയാനുള്ളത്, എനിക്ക് കൃഷ്ണദാസിന്റെ BJP-യുടെ പിന്തുണ വേണം. അത് എന്തിനാണ് എന്ന് വെച്ചാൽ, അക്രമമില്ലാത്ത, ഹർത്താലില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കാൻ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത്. പ്രവീൺ തൊഗാഡിയെ ആരാധിക്കുന്നവർ, ബിൻ ലാദൻ ആരാധിക്കുന്നവർ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുണ്ടെങ്കിൽ അവർക്കെതിരെ തുറന്ന യുദ്ധം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുന്ന സംഘടനകളിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, തീവ്രവാദത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന സംഘടനകളിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് മഹാനായ CH-ന്റെ പൈതൃകം അവകാശപ്പെടുന്ന MSF എന്ന് ഈ സന്ദർഭത്തിൽ പറയുന്നു. വളരെ അഭിമാനത്തോടുകൂടി തീവ്രവാദത്തിനെതിരെ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തെ, MSF-ന്റെ പ്രവർത്തനത്തെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുസ്ലിം ലീഗ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതേതരത്വത്തിന്റെ പതാകവാഹകരായി ഇപ്പോഴും പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നത്.
ഇവിടെ ശ്രീ ഷാജി സൂചിപ്പിച്ചതുപോലെ സമുദായ സേവനം നടത്തുന്നതോ സമുദായ പ്രവർത്തനം നടത്തുന്നതോ മതേതരത്വത്തിന് വിരുദ്ധമായ ഒന്നല്ല. മതേതരത്വത്തിന്റെ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ, മതേതരത്വത്തിന്റെ നിർവചനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ സമുദായ സേവനം നടത്താൻ കഴിയും. മറ്റേതെങ്കിലും ജാതിക്കോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കോ യാതൊരു ദോഷവുമില്ലാതെ സ്വന്തം സമുദായത്തിലെ ആളുകളെ ഉദ്ധരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് മതേതരത്വത്തിന്റെ ചട്ടക്കൂടിൽ തന്നെയാണ് എന്ന് സംശയമില്ല. കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന്റെ മുൻനിരക്കാരായി നിന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം അവരെല്ലാം സ്വന്തം സമുദായത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും സ്വന്തം സമുദായത്തിന് വന്നുപെട്ട വിപത്തുകളെ മാറ്റാൻ ശ്രമിക്കുകയും സ്വന്തം സമുദായത്തിലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ആളുകൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ മോചനം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. അവരാരും മതവാദികളായിരുന്നില്ല, അവരാരും വർഗീയവാദികളായിരുന്നില്ല. അവരെല്ലാം മതേതരത്വം ഉയർത്തിപ്പിടിച്ച ആളുകളായിരുന്നു. ആ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സ്വന്തം സമുദായത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ലീഗ് അതിശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ MSFന്റെ സമ്മേളന വേദിയിൽ വെച്ച് അഭ്യർത്ഥിക്കുന്നു. എന്താണ് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് 60 വർഷം മുമ്പ് പറഞ്ഞത്? രാഷ്ട്രീയമായി സംഘടിച്ച് ഇവിടുത്തെ ഡെമോക്രാറ്റിക് പ്രോസസ്സുകളിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹോണറബിൾ എക്സിസ്റ്റൻസ്, അഭിമാനകരമായ ഒരു അസ്തിത്വം ലഭ്യമാകൂ. അതുകൊണ്ട് പൊളിറ്റിക്കലൈസ് യുവർ സെൽഫ് rather than സെൻസിറ്റൈസിങ് യുവർ സെൽഫ്. വൈകാരികമായി സംഘടിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയമായി സംഘടിക്കുന്നതാണ് ഈ സമൂഹത്തിന് അനിവാര്യം എന്ന് പറഞ്ഞ കേരളത്തിന്റെ പ്രതിനിധിയായി ലോകസഭയിൽ ഉണ്ടായിരുന്ന ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന് 60 വർഷം മുമ്പ് തോന്നിയ ബുദ്ധിയാണ് വളരെ വൈകി 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇവർക്കൊക്കെ തോന്നിത്തുടങ്ങിയത് എന്നുള്ളത് തന്നെ കേരള മോഡൽ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതുതന്നെയാണ് NDF-നെ പോലും രാഷ്ട്രീയമായ സംഘടനയാകണം എന്ന് ചിന്തിപ്പിക്കാനുള്ള കാരണം. ഇവിടെ ധാരാളം ആളുകൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, ധാരാളം ആളുകൾക്ക് ഇനിയും വരാം. പണ്ട് പ്രേം നസീർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ എന്റെ പിതാവിനോട് ചോദിച്ചു, പ്രേം നസീർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു. എന്റെ പിതാവ് നൽകിയ മറുപടി, ആ പ്രസ്ഥാനത്തിനും ഇവിടെ സ്ഥലമുണ്ട്, പക്ഷേ ശേഷം സ്ക്രീനിൽ. നമുക്ക് ഇവിടെ വരാനിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ പ്രോഗ്രസീവ് ലീഗിന്റെയും സമസ്ത കേരള മുസ്ലിം ലീഗിന്റെയും MDP-യുടെയും ഒക്കെ ഗതിയോടുകൂടെ രാഷ്ട്രീയ ശ്മശാന ഭൂമിയിലെ വീസാങ്കല്ലുകളായി തീരാൻ പോകുന്നു എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. Topi or a beard or one who helps his hungry neighbor. I mean, what makes a person a better Muslim is what we need to ask. And why is the expression of our physical identity the only expression of our identity? One cannot deny its importance, but what is happening in India today is an overexpression of our identity through its physical form and rituals rather than the essence of Islam being the embodiment of what a Muslim should be. We talk of equality, but how many of us actually practice it ourselves? We very proudly declare that Islam is a religion of equality and there are no barriers to anybody. It is indeed unfortunate that distinctions on the basis of caste are being practiced by Muslims as well in many parts of the country. It may not be so true in Kerala, but in many parts in Uttar Pradesh and Bihar, many caste groups amongst the community are developing. And then where does the concept of equality of Islam come in? Been fought, and while the elections were going on, there were a lot of in the Urdu media, in the Urdu press in Delhi, you had lot of issues that were raised that the India Islamic Cultural Center was all about Muslim identity and Islamic identity. But unfortunately, the way the elections were played out, I'm sorry to say, is highly embarrassing, with accusations being hurled against each other and dirty politics. And mind you, all in the name of our Islamic identity. So we need to see, I mean, what is it that we are wanting, the kind of projection that we are giving by this kind of politicking. सुनयने सुमुखी सुमवदने सखी प्रमदावन
മലരണിഞ്ഞു പ്രണയ സൗരഭം വഴി പ്രമദാവനം മലരണിഞ്ഞു പ്രണയ സൗരഭം വഴി സുനയനേ സുമുഖി സുമവദനേ സഖി ചെറുതാരം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു ഒരു ചെറുതാരം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രം അവിടെ തപസി സുനയനേ സുമുഖി സുമവദനേ